എന്ന് അറിഞ്ഞ് പുറകിൽ നിന്ന് കഴിഞ്ഞ 42 വർഷക്കാലം മുടങ്ങാതെ യാത്ര ചെയ്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ. അങ്ങനെ മുടങ്ങാതെ വയലാർ രാമവർമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം, ഞാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആശാൻ സ്മാരകത്തിൻ്റെ ചെയർമാനായിരുന്നു. ആശാന്റെ ചരമദിനത്തിന് സർക്കാർ മുടക്കുന്നത് 2.5 ലക്ഷം രൂപയാണ്. ആലപ്പുഴയിലാണ് മഹാകവി കുമാരനാശാൻ മരിച്ചത്. എത്ര പേർ അവിടെ പോയിട്ടുണ്ട്? ചെയർമാനായപ്പോഴാണ് ഞാൻ കൂടെ പോയത് കേട്ടോ. ആദ്യമായിട്ട് ചെല്ലണം അവിടെ ഞാൻ ആപ്പെടാം. പിന്നെ നിങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ. 2.5 ലക്ഷം രൂപ മുടക്കി ആശാന്റെ ചരമദിനത്തിന് അവിടെ സർക്കാർ 50 പേരിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. പല്ലന് 2.5 ലക്ഷം രൂപ മുടക്കുവാണ്, പക്ഷെ 50 പേരിൽ കൂടുതൽ. അപ്പോഴാണ് ആരും വിളിക്കാതെ ആരാധ്യനായ വയലാറിന്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അത് എനിക്കൊരു വിയോജിപ്പുള്ളത്, അവിടെ രാവിലെ 8 മണി തൊട്ട് പുരോഗമന കലാസാഹിത്യ സംഘവും ഇപ്റ്റയും പിന്നെ യുവകലാസാഹിതിയും ഹോൾസെയിലായിട്ട് യോഗം തുടങ്ങും. ഞങ്ങളെ പോലുള്ളവരൊന്നും അവിടെ അടുപ്പിക്കില്ല. ഞാൻ ഈ 3 സംഘടനയിലും ഇല്ലാതുകൊണ്ടാണ്. പിന്നെ ഇവർക്കൊന്നും പാവം ജിനദേവ് ചേട്ടൻ മാത്രം ആ മൂലയിൽ അവിടെ ഉണ്ടാവും. നിങ്ങളൊന്നും ആ ദിവസം വരില്ല. കാര്യം അങ്ങനെ വയലാറുടെയും കുത്തകയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം തൊട്ട് ഞാൻ ശ്രീ KC വേണുഗോപാൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം 11 മണിക്ക് അവരോടെ യോഗം നടക്കുമ്പോൾ നമ്മൾ മൂലയിൽ വേറൊരു യോഗം നടത്തും, നമ്മൾ സംസാരിക്കും. ഈ വയലാറിന്റെ മൊത്തം കവിത പോലും വായിക്കാതെ, പൂമ്പാറ്റ പോലും വായിക്കാത്ത കുറെ ആൾക്കാർ സ്നേഹിക്കുക ഇല്ലേ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം, ഈ 2 വരി അറിയാവുള്ളൂ. യോഗത്തിൽ ഇരിക്കുമോ? എന്നിട്ട് 10-20 വർഷമായിട്ട് ഇവര് തന്നെ യോഗത്തിൽ നമ്മളെ ആരും വിളിക്കും. അപ്പൊ അതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. പിന്നെ എവിടെ ഇരുന്നാലും ആളിന് വിലയുണ്ട്. അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും എവിടെ അലങ്ങി നടന്നാലും ആളിനൊരു വിലയുണ്ട്. അതിനനുസരിച്ച് ആൾക്കാർ വിലയിടും. അപ്പോ ഈ 50 വർഷത്തിന് ശേഷവും കടന്നുപോയിട്ടും ചേർത്തല ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചൊരു സാധാരണക്കാരന്റെ പേരാണ് വയലാർ രാമവർമ്മ. 8ാം ക്ലാസ് വരെ മാത്രം പോയ വയലാർ രാമവർമ്മയുടെ പേരിലാണ് +2 വരെയുള്ള സ്കൂൾ, വയലാർ രാമവർമ്മ സ്കൂൾ. 8ാം ക്ലാസ് വരെ മാത്രം പോയ വയലാർ രാമവർമ്മയുടെ സ്കൂൾ കവിത പഠിച്ചിട്ടാണ് ഞാനും നിങ്ങളും 9, 10, 11, 12 പാസ്സായത്. 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ച വയലാറിന്റെ കവിത പഠിച്ചിട്ട് കേരളത്തിൽ 22 പേർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 10 പാസ്സായവരൊന്നും വരട്ടാൻ വരരുത് എന്നാണ് ചേർത്തലയിലെ ഏറ്റവും വലിയ സന്ദേശം. ആരെങ്കിലുമൊക്കെ എന്നുള്ള സ്ഥാനത്തിരുന്ന് വരട്ടാൻ വന്നാൽ അതൊക്കെ കൈവച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്. അങ്ങനെ 4 പേരെ ഞാൻ എല്ലാ യോഗത്തിലും പറയാറുണ്ട്. അതിലൊന്ന്, ജീവിതത്തിൽ ചെരുപ്പിടാൻ അറിയാൻ പാടില്ലെന്ന് നമ്മൾ കളിയാക്കുന്ന, വാച്ച് കെട്ടാൻ അറിയാൻ പാടില്ലെന്ന് കളിയാക്കുന്ന, നമ്മളെക്കാൾ സാധാരണക്കാരനായ ഒരുത്തൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ഥാനത്തെത്തി. അയാളുടെ പേരാണ് AK ആന്റണി. മറ്റൊരാൾ കേവലമായ പരിസ്ഥിതിയിൽ നിന്നും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളർന്ന ശ്രീ വയലാർ രവി. മറ്റൊന്ന്, നാടകം കളിച്ച് ജീവിതം പോലും തെളിഞ്ഞു പോയിട്ട് പിന്നെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന പ്രിയപ്പെട്ട രാജൻ B. ദേവ്. അതിൻ്റെ ആദ്യം വയ്ക്കേണ്ട പേരാണ് ശ്രീ രാജൻ B. ദേവ്. ചേർത്തലയിൽ അങ്ങനെ ഇതിഹാസങ്ങളുണ്ട്. സാധാരണക്കാരായി ജീവിച്ചിട്ട് അടയാളപ്പെടാൻ ഭാഗ്യം കിട്ടിയവരാണ്. അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ഇവർക്കൊക്കെ വലിയ സ്വീകരണം കിട്ടിയോ എന്ന് ചോദിച്ചാൽ വലിയ സ്വീകരണമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. മനസ്സിലായി? അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ വലിയ സ്വീകരണമൊന്നും കിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടി ശ്രീ വയലാർ എഴുതിയിട്ടുണ്ട്. വയലാർ എഴുതിയത് ഇങ്ങനെയാണ്, വയലാറിനെ കളിയാക്കിയവരെ കുറിച്ച് വയലാർ എഴുതിയത് ഇങ്ങനെയാണ്: ഈയിടെ പെയ്ത മഴയ്ക്ക് ഇവിടുത്തെ കരിമണ്ണിൽ ഈയലും കൂണും മുളച്ചു വന്നു. കുടനീർത്തും കൂണുകൾ ചിന്തിച്ചു, നമ്മുടെ കുടയുടെ കീഴിലേ ലോകമുള്ളൂ. ഒരു സംഘം ഞാഞ്ഞൂലുകൾ ഒരു കുടയുടെ കീഴിലിരുന്ന് ഒരു തീരുമാനമെടുത്തു പോലും. ഗ്രഹണത്തിന് വിഷമിത്തിരി കിട്ടുമ്പോൾ നമ്മൾ ഈ ഗഗനവും ഭൂമിയും ശൂന്യമാക്കും. ആരാ പറയുന്നത്? ഞാഞ്ഞൂലുകൾ. ഇളവയിൽ ചൂടേറ്റാൽ ചത്തുപോകും ഈയലുകൾ, ഇത് പറഞ്ഞെങ്ങും പറന്നുപോയി. കവി ചൊല്ലി, ഞാഞ്ഞൂലിൻ വിഷമേറ്റ് മരിച്ചിട്ടില്ല ഇവിടുത്തെ ചിതലിന്റെ കുഞ്ഞുപോലും. പിന്നെയാണോ ഞാൻ? ഇത് കേട്ട് ഈയലുകൾ കലവില ശബ്ദിച്ചു. കവിയും കക്ഷി രാഷ്ട്രീയക്കാരനായി. ഇങ്ങനെയാണ് വയലാർ കക്ഷി രാഷ്ട്രീയക്കാരനായി. കാര്യം പറഞ്ഞപ്പോ പുള്ളി ഇന്ന പാർട്ടിയാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ പുള്ളി ഒരു പാർട്ടിയല്ല. അപ്പോ വയലാറിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിൽ നെഞ്ചു കീറി പാടി പണ്ടൊരു പൊന്മുളം തണ്ട്
ചോര പൊടിയും ചുണ്ടിലൂറിയതിൻ ഗിലാബ്, ഉച്ചവെയിലിൻ പച്ചവാള് ഉച്ചി കീറുമ്പോൾ, നാട്ടുചെമ്പകമലരിനുള്ളം വെന്തു കേഴുമ്പോൾ, അമ്മ ചൊല്ലാപ്പുഴയിലൂടവൻ ഒഴുകി വന്നെത്തി, നന്മതുള്ളും കവിതയാലൊരു നവയുഗം നൽകി. താളമില്ല കവികളറിയണം ഈ ഇളങ്കാറ്റ്, ആളി നിൽക്കും നേരമുള്ളിൽ കരുതണേ നോവ്. രക്തസാക്ഷികൾ വച്ചു നീട്ടിയ പാൽമുലക്കണ്ണ്, രക്തസാക്ഷികൾ വച്ചു നീട്ടിയ പാൽമുലക്കണ്ണ്, നഞ്ചു തേച്ചു വലിച്ചു മോന്തി മരിക്കും അടിമകളെ. നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കേൾക്കുക ഈ പടപ്പാട്ട്, കൊലമരത്തിൻ കീഴിലുണരും മോചകപ്പാട്ട്. ആര് ചോദിച്ചാലും സെൻസർ ബോർഡ് മെമ്പറാവും, പക്ഷെ BJP ആവില്ല. മനസ്സിലായില്ലേ? അടുത്ത സർക്കാർ വന്നാൽ എന്തെങ്കിലും സാധനം കിട്ടുമോ, അവാർഡ് കിട്ടിയാലും കോൺഗ്രസ് ആവില്ല. ആശാൻ സ്മാരകത്തിന്റെ ചെയർമാനായെന്ന് പറഞ്ഞ് ഇടദോഷമാവില്ല. ആ സൈസ് എടുക്കില്ല. എല്ലാവരുടെയും പണിയാൻ. ആരെങ്കിലും ഒരു തൊഴുത്തിൽ കെട്ടിയെന്ന് പറഞ്ഞ് മറ്റൊരു യോഗത്തിൽ വിളിച്ചില്ലെങ്കിൽ ഒരു ചുക്കില്ല. അങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്യപ്പെട്ട രീതിയിൽ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് പലരും. അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയത് എല്ലാവരുടെയും കൂടിയാണ്. കാര്യം എല്ലാവരും കൂടിയല്ലേ സാമവേദം നവിലുണർത്തിയ സ്വാമിയേ എന്ന് പാടിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടിയല്ലേ പാടിയത്. അപ്പൊ എല്ലാവരുടെയും പണിയാൻ, അതിൽ പാർട്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോ അതിലൊരു വരിയുണ്ട്, മനസ്സാകും പുലിമേലെ വാഴണേ അല്ലെ. 24 വർഷം മുമ്പ് എഴുതിയ പാട്ടാണ്. മഞ്ഞണി മാമല മേലെ കർപ്പൂര കടല്, കരയിൽ സ്വാമിതൻ പൊന്നണി വീട്, സ്വാമിക്ക് പമ്പയൊരു പൂണൂല്, എൻ്റെ ആത്മാവല്ലയോ കോവില്. കവി അറിയുന്നതിനേക്കാൾ കൂടുതൽ എഴുതുന്നു എന്നുള്ളതാണ്. ഇത്രയൊന്നും എഴുതാനുള്ള അറിവ് നമുക്കില്ല. എഴുതിപ്പിക്കുകയാണ് കേട്ടോ. 24 വയസ്സുള്ള ഒരാൾ എഴുതുകയാണ്, മഞ്ഞണി മാമല മേലെ കർപ്പൂരത്തിന്റെ കടലാണ്, കരയിൽ സ്വാമിയുടെ പൊന്നണി വീട്, സ്വാമിക്ക് പമ്പ ഒരു പൂണൂല്, എൻ്റെ ആത്മാവാണ് കോവിൽ. ഒരാൾ ഇരുത്തി എഴുതിക്കുകയാണ്. അയ്യപ്പസ്വാമി തന്നെ എഴുതണം എന്ന് പറയുന്നത്. അതിലൊരു വരിയാണ്, മനസ്സാകും പുലിമേലെ വാഴണേ. നമ്മൾ വലിയ പുലിയാണെന്ന് തോന്നും, പക്ഷെ മേലെ കയറി എൻ്റെ അയ്യപ്പസ്വാമി ഇരുന്നോളണം. വലിയ ആളാണെന്ന് തോന്നുമ്പോഴൊക്കെ എന്നെ കൊണ്ട് നടക്കണം. എന്നിട്ട് നീ എൻ്റെ പാല് കറന്ന് ആർക്കെങ്കിലും കൊടുത്തോളണം. അഹങ്കാരത്തിന്റെ പാൽ. ആരാണ് നമ്മളല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു വിനീത വിധേയത്വം നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോ ജീവിതത്തിന്റെ ഈ നിരർത്ഥക സാന്നിധ്യം, ജീവിതത്തിന്റെ ഈ കേവലത തിരിച്ചറിഞ്ഞുകൊണ്ട് വയലാർ രാമവർമ്മ എഴുതുകയാണ്. പുതിയ പിള്ളേർക്ക് വയലാറിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ചേട്ടത്തി എന്ന സിനിമ എടുക്കുന്ന ചേട്ടത്തി എന്നിങ്ങനെ സെർച്ച് ചെയ്യണം. അതിൽ അദ്ദേഹം ഒരു പാട്ട് പാടി അഭിനയിച്ചിട്ടുണ്ട്. നുണക്കുഴിയുള്ള കവിള്, തിളങ്ങുന്ന കണ്ണുകൾ, ഒരു കുസൃതി ചിരി, അദ്വൈതം ജനിച്ച നാൾ, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി. അന്ന് വീഡിയോ ഒന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കിട്ടി. ഈ ശക്തിയേട്ടന്റെ ഒക്കെ പേരക്കിടാങ്ങളൊക്കെ ഇനി മുത്തശ്ശനെ കാണാൻ പോകുന്നത് ആ സിനിമയിൽ ഇങ്ങനെ പാടി അഭിനയിച്ചതുകൊണ്ടാണ്. അപ്പോ അല്ലാതെ അതിൽ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു വീഡിയോ പോലും അദ്ദേഹത്തിന്റെ ഉണ്ടാവില്ല. അപ്പോൾ വളരെ വൈകാരികമായി നമുക്ക് വയലാറിനെ കുറിച്ച് എത്ര നേരം പറഞ്ഞാലും തീരാത്ത രീതിയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജന്മാന്തര ബന്ധമുള്ള സുഹൃത്ത്, ഒത്തിരി കടപ്പാടുള്ള അയൽക്കാരൻ, അതിനേക്കാൾ കടപ്പാടുള്ള നമ്മുടെ ആരൊക്കെയോ ആണ് ശ്രീ വയലാർ രാമവർമ്മ. വയലാറിനെ ഇങ്ങനെ അനുസ്മരിക്കുക വഴി ഒരു വലിയ ചരിത്ര ദൗത്യമാണ് നമ്മൾ ചെയ്തത്. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ സംഘാടകരോടും നന്ദി പറയുകയാണ്. ഇനിയും ഒരുപാട് സാർത്ഥകമായ ചടങ്ങുകൾ ശാലയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ. എന്നെ കൂടി ഇങ്ങനെ ഓർത്തത് വലിയൊരു അംഗീകാരമാണ് ആയിട്ട് തന്നെ ജീവിതത്തിൽ കരുതും. ജീവിതത്തിൽ എത്ര എഴുത്തിൻ്റെ 32ാമത്തെ വർഷമാണ് നമ്മളുടേത്. 18 വയസ്സിൽ തുടങ്ങിയതാണ്. ഇതുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു. എല്ലാം നിങ്ങളുടെയൊക്കെ നിഷ്കളങ്കമായ പ്രാർത്ഥനയും സ്നേഹമാണ്.
ചേർത്തലയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും ആലോചിക്കുക, ഈ വളം കിട്ടില്ല. നമ്മളൊക്കെ ചേർത്തലയിൽ ജീവിക്കുന്നത് കൊണ്ടുള്ളൊരു വളമുണ്ട്. ഐതിഹാസികമായ എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെ ഉണ്ട്. നമ്മുടെ നാട് അത്രയേറെ പവിത്രവും പ്രോജ്വലവുമാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് ഈ വാക്കുകൾ കേൾക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബോറടിച്ചാൽ വാക്കുകൾ കേൾക്കാൻ നേരത്ത് കോരിത്തെരിപ്പുണ്ടാവുക എന്നുള്ളത് ഒരു സാംസ്കാരിക ബോധമാണ്. പറയുന്ന ആളുടെ കഴിവല്ല, അത് കേൾക്കുന്നവരുടെ കഴിവാണ്. അത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് കുത്തിപ്പോകും. നമുക്ക് വാക്ക് കേൾക്കാൻ നേരത്തെ എന്തൊക്കെയോ വികാരങ്ങളുടെ വേലിയേറ്റം ഹൃദയത്തിൽ ഉണ്ടാവുന്നത് നമ്മുടെ ജന്മാന്തര ബന്ധമുള്ള വാക്കുകൾ കേട്ട ഒരു സാംസ്കാരിക ബോധത്തിലായതുകൊണ്ട് ആ ബോധം നമ്മുടെ കുട്ടികൾക്ക് കൂടി എത്താൻ ആണ് ഈ സമ്മേളനം. ദിസ് ഈസ് എ വാളംപുളി എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം വരുന്നത് വാളംപുളി നമ്മൾ തിന്നതുകൊണ്ടല്ല, നമ്മൾ അപ്പൂപ്പൻ തൊട്ടി ഇത് തിന്നതുകൊണ്ട് ആ രുചി നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. ട്രംപിന്റെ മുമ്പിൽ ദിസ് ഈസ് എ വാളംപുളി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കും, പുള്ളി വാളംപുളി കണ്ടിട്ടില്ല. അപ്പൊ വാക്ക് കേൾക്കാൻ നേരം നിങ്ങൾക്ക് ചിരിക്കുന്നത്, ചിലവർ കണ്ണു നിറയുന്നത്, ചിലവർക്ക് കോരിത്തെരിപ്പുണ്ടാവുന്നത് പറയുന്ന ആളുടെ കഴിവായിട്ടൊന്നും എല്ലാവരും കരുതണ്ട. കേൾക്കുമ്പോൾ ഒരു കോരിത്തെരിപ്പ് തോന്നുന്നത് ഒരു സാംസ്കാരികമായ ബോധം അറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാവുമ്പോഴാണ് അവർ വലിയ പ്രതിഭകളാകുന്നത്, അല്ലെങ്കിൽ അവർ പ്രഗത്ഭന്മാരാകും. വലിയ മാർക്കൊക്കെ നേടി പ്രഗത്ഭന്മാരാകും, ജയിക്കും, പക്ഷെ പ്രതിഭകളാവില്ല. പ്രതിഭയും പ്രഗത്ഭന്മാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചേർത്തലയിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ ഇപ്പോഴും രവീന്ദ്രനാഥാണ്. എൻ്റെ അപ്പൂപ്പനെ ചികിത്സിച്ച ഡോക്ടർ എൻ്റെ മോനെയും ചികിത്സിക്കുകയാണ്. രവീന്ദ്രനാഥിനെ തോപ്പിച്ച് ആ സ്ഥാനത്ത് കയറിയിരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞ് MBBS പാസ്സായതിനു ശേഷം പ്രതിഭയാകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പ്രഗത്ഭന്മാർ മാത്രമാവും. ഒരുപാട് ഡോക്ടർമാരിൽ ഒരേ ഡോക്ടറെ തന്നെ കാണണമെന്ന് ഒരാൾക്ക് തോന്നുന്നത് അയാൾ പ്രഗത്ഭനായതുകൊണ്ടല്ല, അയാൾ പ്രതിഭയായതുകൊണ്ടാണ്. അയാളെ കാണുമ്പോൾ അയാളെ കണ്ടപാടെ പനി മാറുന്നത് ഒരു ഇന്ദ്രജാലമാണ്. ആ ഇന്ദ്രജാലം വയലാറിൻ്റെ ഫോട്ടോ കാണുമ്പോഴും പേര് കേൾക്കുമ്പോഴും നമുക്ക് പനി മാറുന്നു. നമ്മുടെ എല്ലാ തരത്തിലുമുള്ള സൗമനസ്യങ്ങളെ അത് തൊട്ടുണർത്തുന്നു. വല്ലാത്ത സാന്ത്വനമായി അത് മാറുന്നു. അത് ഒരാൾ പ്രഗത്ഭനായതുകൊണ്ടേ അല്ല, അത് പ്രഗത്ഭൻ പ്രതിഭയാകുമ്പോഴാണ്. നമ്മുടെ കുഞ്ഞിന് പ്രതിഭയാകാനുള്ള സൂത്രമാണ് ശാല ഇവിടെ സമ്മാനിക്കുന്നത്. നമസ്കാരം.